നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ള കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞെട്ടുന്നൊരു വാർത്ത തന്നെയായിരുന്നു. അയ്യപ്പ വിശ്വാസികളായ ലോകമെമ്പാടുമുള്ള ജനം ആ വാർത്ത കേട്ട് മൂക്കത്ത് വിരൽ വെച്ച് തരിച്ചു നിന്നു. 2016 പിണറായി വിജയൻ ആദ്യമായി കേരളത്തിൽ മുഖ്യമന്ത്രിയായി എത്തിയ ആ കാലഘട്ടം മുതൽ തന്നെയാണ് ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടക്കുന്നത്. 2018-19 കാലഘട്ടത്തിലാണ് ശബരിമലയിലെ ദ്വാരപാലക ശില്പപാളികൾ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് സ്വർണം പൂശുന്നതിന് വേണ്ടി കൊണ്ടുപോകുന്നതും പിന്നീട് ആ ശില്പപാളികളിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുക്കുന്നതും. ഇതുപോലെ ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ കട്ടിളയും ഉമ്മറ പടിവാതിലുമെല്ലാം ഇളക്കി കൊണ്ടുപോകുന്നു. അതിൽ നിന്നും സ്വർണം ഉടച്ച് ഉരുക്കി വേർതിരിച്ചെടുക്കുന്നു. ഇങ്ങനെ ഏതാണ്ട് 4.5 കിലോ സ്വർണമാണ് ശബരിമല ക്ഷേത്ര നിർമ്മിതിയിൽ നിന്നും തൽപര കക്ഷികളെല്ലാവരും അടിച്ചു മാറ്റിയിട്ടുള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ട് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ്റെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിലെ പോലീസുകാരിൽ നിന്നും SIT രൂപീകരിക്കുകയും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ രൂപീകരിക്കുകയും ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഏതാനും പേരെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുകയും പിന്നീട് അവരെ ജയിലിലടയ്ക്കുകയും ചെയ്തു. ഇവരെല്ലാവരും തന്നെ CPM-മായി അടുത്ത ബന്ധമുള്ള ആളായിരുന്നു. CPM-ൻ്റെ മുൻ കോന്നി MLA ആയ A. പത്മകുമാറുണ്ടായിരുന്നു. CPM-ൻ്റെ ശബരിമലയിലെ ദേവസ്വം കമ്മീഷണറും ദേവസ്വം പ്രസിഡന്റുമായിരുന്ന N. വാസു ഉണ്ടായിരുന്നു. അതുപോലെ CPM-ൻ്റെ ശബരിമല ദേവസ്വം ജീവനക്കാർ, ഇങ്ങനെ നിരവധി ആളുകൾ SIT അറസ്റ്റ് ചെയ്തതിൽ 99% പേരും CPM-മായി അടുത്ത ബന്ധമുള്ള ആളുകളായിരുന്നു, നേതാക്കളായിരുന്നു. എന്നാൽ പിന്നീട് SIT-യുടെ അന്വേഷണം 2016 മുതൽ 2026 വരെ ആ കാലഘട്ടത്ത് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനിലേക്ക്, അതായത് ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനിലേക്ക് SIT-യുടെ അന്വേഷണം ചെല്ലും എന്നുള്ളൊരു ഘട്ടമായി കഴിഞ്ഞപ്പോൾ SIT അന്വേഷണം പെട്ടെന്ന് നിലയ്ക്കുന്ന കാഴ്ചയാണ് കേരളം കണ്ടത്. ഇതെല്ലാം ബഹുമാന്യരായ പ്രേക്ഷകർക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. എന്നാൽ 2026 VD സതീശൻ്റെ നേതൃത്വത്തിൽ UDF-ൻ്റെ പുതിയ മന്ത്രിസഭ അധികാരമേറ്റു. പിണറായി വിജയൻ, മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ മുൻ പ്രതിപക്ഷ നേതാവായ VD സതീശൻ മുഖ്യമന്ത്രിയായി. ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് പുറത്ത് വിവരം വന്നപ്പോൾ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ പറഞ്ഞിരുന്നത്, ശബരിമലയിലെ ദ്വാരപാലക ശില്പപാളികൾ അന്യസംസ്ഥാനത്ത് ഒരു വൻ വ്യവസായിക്ക് വിറ്റു. അദ്ദേഹം വലിയ അയ്യപ്പ ഭക്തനാണ്. അത് ആർക്കാണ്, എന്താണ് എന്നൊക്കെ എനിക്ക് കൃത്യമായി അറിയാമെന്നാണ് അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ പറഞ്ഞത്. ഇന്നിപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് VD സതീശൻ. VD സതീശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വലിയ ദൈവവിശ്വാസിയാണ്, പ്രത്യേകിച്ച് അയ്യപ്പ ഭക്തനാണ്. കഴിയുന്നത്ര വേളകളിൽ, അതായത് മകരവിളക്ക് മഹോത്സവ കാലത്ത് കഴിയുന്നത്ര സമയങ്ങളിലെല്ലാം അദ്ദേഹം ശബരിമല ദർശനം നടത്താറുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെയും ഒരു വികാരം കൂടിയാണ് ശബരിമല അയ്യപ്പൻ. ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിൽ നടന്നിരിക്കുന്ന ഈ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് അന്വേഷിക്കണമെന്നും കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരണമെന്നും യഥാർത്ഥത്തിൽ VD സതീശൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇപ്പോൾ അദ്ദേഹത്തിന് അതിന് പറ്റിയ സമയമാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് അധികാരം. എന്നാൽ ഇക്കഴിഞ്ഞ ദിവസം ദേവസ്വം വകുപ്പ് മന്ത്രിയായ K. മുരളീധരൻ്റെ ഒരു പ്രസ്താവന കണ്ടു. ആ പ്രസ്താവനയാണ് ഈ വാർത്തയ്ക്ക് അടിസ്ഥാനം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് പുതിയ സർക്കാരിന് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തത് എന്ന് മാധ്യമങ്ങൾ K. മുരളീധരനോട് ചോദിച്ചപ്പോൾ ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്നുമുണ്ടായ മറുപടി വളരെ പരിതാപകരമായിരുന്നു. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് അന്വേഷിച്ച SIT ഈ കേസിൽ ഒരു കുറ്റപത്രം പോലും സമർപ്പിക്കാതെ 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ കഴിഞ്ഞ പ്രതികൾക്കെല്ലാവർക്കും സ്വാഭാവിക ജാമ്യം ലഭിക്കുവാനുള്ള അർഹതയുണ്ട്. അതുകൊണ്ട് എല്ലാവരും ജാമ്യം കിട്ടി പുറത്തുപോയി. അങ്ങനെ ജാമ്യം കിട്ടി പുറത്തുപോയ ആളുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവയെല്ലാം നശിപ്പിച്ചു കാണും. വലിയ കളവ് നടത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ കളവിൻ്റെ തെളിവുകളും അല്ലെങ്കിൽ മറ്റ് അനുബന്ധ രേഖകളും എല്ലാം നശിപ്പിക്കാൻ അതിലും അവർ മിടുക്കന്മാരായിരിക്കുമല്ലോ എന്നാണ് K. മുരളീധരൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് എവിടെയും എത്താതെ പോയ SIT അന്വേഷണം, അതും ബഹുമാനപ്പെട്ട കോടതിയുടെ മേൽനോട്ടത്തിൽ നടന്നൊരു അന്വേഷണം, ഇനി ഒരു പുനരന്വേഷണം നടത്തുക എന്ന് പറയുമ്പോൾ അതിന് നിയമപരമായ സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് എന്നാണ് K. മുരളീധരൻ പറഞ്ഞത്. ഒരു കുറ്റപത്രം പോലും സമർപ്പിക്കാതെ പിണറായി വിജയൻ സർക്കാർ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത എല്ലാ പ്രതികൾക്കും രക്ഷപ്പെടുവാനുള്ള സാഹചര്യം ഒരുക്കുകയായിരുന്നു എന്നാണ് K. മുരളീധരൻ പറഞ്ഞത്. എന്നാൽ പുതിയ സർക്കാരിന് ഈ വിഷയത്തിൽ ഇച്ഛാശക്തി ഉണ്ടെങ്കിലും അയ്യപ്പൻ്റെ സ്വർണം കട്ടവരാരാണെന്ന് കണ്ടെത്തുവാൻ ഏറെ താല്പര്യമുണ്ടെങ്കിലും
ഒന്നും ചെയ്യാനാവാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ സങ്കീർണമായിരിക്കുന്നു എന്നാണ് കെ മുരളീധരൻ പറഞ്ഞത്. പ്രത്യേകിച്ച് തെളിവുകളെല്ലാം നശിപ്പിക്കപ്പെട്ടു, ഒരു തെളിവ് പോലും കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ, തെളിവുകൾ ഒരു കള്ളനും അവശേഷിപ്പിച്ചാലും ഇല്ലെങ്കിലും ഈ തെളിവുകൾ കണ്ടെത്തിയ അന്വേഷണ സംഘമാണല്ലോ യഥാർത്ഥ കുറ്റവാളികളെ വെളിച്ചത്ത് കൊണ്ടുവരേണ്ടത്. അപ്പോൾ കെ മുരളീധരൻ എന്ന ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ ഇത്തരം പ്രസ്താവനകൾക്ക് എന്ത് അടിസ്ഥാനമാണ് ഉള്ളത് എന്നുള്ളതാണ് പറയാൻ കഴിയുക. ശബരിമല പോലുള്ള ഒരു മഹാക്ഷേത്രത്തിൽ നടന്നിരിക്കുന്ന ഒരു മഹാകുംഭകോണം, അതായത് ഒരു വലിയ കൊള്ള, 4.5 കിലോ സ്വർണം ആണ് മോഷ്ടിച്ചെടുത്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ സ്വർണത്തിൻ്റെ തൂക്കത്തിൻ്റെയും അളവിൻ്റെയും അതിൻ്റെ മാർക്കറ്റ് മൂല്യത്തിൻ്റെയും ഒന്നുമല്ല പ്രശ്നം. ശബരിമല പോലുള്ള ഒരു വിശുദ്ധ കേന്ദ്രത്തിൽ നടന്നിരിക്കുന്ന ഒരു കൊള്ള, അതും ദേവസ്വം ജീവനക്കാരുൾപ്പെടെയുള്ള ആളുകൾ ചെയ്തിരിക്കുന്ന ഈ അപരാധം ഒരു കാരണവശാലും പൊറുക്കാൻ സാധിക്കില്ല. അയ്യപ്പ ഭക്തരുടെ മനസ്സിനേൽപ്പിച്ച ഏറ്റവും വലിയ ഒരു മുറിവ് തന്നെയായിരുന്നു ശബരിമലയിൽ നടന്നിരുന്ന സ്വർണ്ണക്കൊള്ള. പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ വി ഡി സതീശൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശബരിമലയിലെ ദ്വാരപാലക ശില്പപാളികൾ എവിടെയാണ് വിറ്റിരിക്കുന്നത് എന്നറിയാം. അങ്ങനെയെങ്കിൽ തീർച്ചയായും അത് കണ്ടെത്തുവാൻ ഇപ്പോൾ മുഖ്യമന്ത്രിയായ വി ഡി സതീശന് ബുദ്ധിമുട്ടൊന്നും കാണില്ലല്ലോ. അപ്പോൾ കെ മുരളീധരൻ പറയുന്ന രീതിയാണെങ്കിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇനിയൊരു അന്വേഷണം നിയമപരമായി വളരെ സങ്കീർണതകൾ ഉളവാക്കുന്നതാണ് എന്ന് പറയുമ്പോൾ, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നടത്തിയ അന്വേഷണം എവിടെയും എത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ കളവ് നടന്നു എന്നുള്ളത് മനസ്സിലായി. ഏതാണ്ട് 4.5 കിലോ സ്വർണം ഭഗവാന്റെ തിരുവാഭരണ ശേഷിപ്പുകളിൽ നിന്നും നഷ്ടമായി, കള്ളന്മാർ മോഷ്ടിച്ചെടുത്തു, തട്ടി ഉരുക്കി ഉടച്ച് അത് വേർതിരിച്ചെടുത്തു എന്ന് പറയുമ്പോൾ ആ ക്രൈം നടന്നിരിക്കുന്നു. ആരാണ് ചെയ്തത് എന്നുള്ളതിന് കൃത്യമായ തെളിവുകൾ ലഭിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ, കുറ്റവാളികൾ എല്ലാവരും കസ്റ്റഡിയിലുണ്ടായിരുന്ന, അതായത് ജയിലിലുണ്ടായിരുന്ന ആളുകൾ സ്വാഭാവികമായ കുറ്റപത്രം സമർപ്പിക്കാത്തതിൻ്റെ പേരിൽ അവർ ജാമ്യം കിട്ടി പുറത്തുപോയെന്ന് പറയപ്പെടുന്നു. തീർച്ചയായും അങ്ങനെ സംഭവിച്ച കാര്യം തന്നെയാണ്. അങ്ങനെയെങ്കിൽ ജാമ്യം കിട്ടി പുറത്തു പോയവർ അവശേഷിച്ച തെളിവ് കൂടി നശിപ്പിച്ചിരിക്കാനുള്ള സാധ്യത വളരെ വലുതാണ്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് പ്രതികളെ കണ്ടെത്തുക എന്നുള്ള കെ മുരളീധരൻ്റെ ചോദ്യത്തിന് പിന്നെ സാധാരണക്കാരായ ജനങ്ങൾ ആരോടാണ് ചോദിക്കേണ്ടത്? അവർക്ക് എവിടെ നിന്നാണ് നീതി കിട്ടുക എന്നുള്ള ചോദ്യം കൂടിയുണ്ട്. ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിൽ ആരെങ്കിലും വഴിപാട് കൊടുക്കുന്ന സ്വർണ്ണ വിജയമല്യ ഉൾപ്പെടെ സ്വർണം പൊതിഞ്ഞ നിർമ്മിതി ആരെങ്കിലും വഴിപാടായി നൽകുന്നു. അതുപോലെ എല്ലാ വർഷവും കെട്ടേന്തി അവിടെ കെട്ടുനിറച്ച് അയ്യപ്പനെ കാണാൻ ചെല്ലുന്ന ആളുകൾ സമർപ്പിക്കുന്ന കാണിക്കൊക്കെ തന്നെയാണ് ദേവസ്വം മുതലായി അവിടെ മുതൽ കൂട്ടിയിരിക്കുന്നത്. ഇതിൽ നിന്നും ഓരോ ഭക്തനും നൽകുന്ന ഓരോ ചില്ലിക്കാശിൽ നിന്നും സ്വരുക്കൂട്ടി വച്ചിരിക്കുന്ന ഈ പണം അത്രയും കള്ളന്മാർ മോഷ്ടിച്ചു കൊണ്ടുപോയിട്ട് അവരെ കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് വലിയ നീതികേടാണ്. എന്തായാലും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കെ മുരളീധരൻ എന്ന ആരോഗ്യവകുപ്പ് മന്ത്രി, ദേവസ്വം വകുപ്പ് മന്ത്രി പറയുന്നതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്, തെളിവുകളുടെ അഭാവത്തിൽ ഇനി ശബരിമല സ്വർണ്ണക്കള്ള കേസിൽ പുതിയൊരു അന്വേഷണമോ അല്ലെങ്കിൽ നടന്ന കേസ് തെളിയിച്ചെടുക്കുവാനോ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുമ്പോൾ ശബരിമല സ്വർണ്ണക്കള്ള കേസ് സ്വാഹ എന്ന് തന്നെയാണോ വിശ്വസിക്കേണ്ടത് എന്നുള്ളതാണ്. അന്വേഷണം ഏതാണ്ട് നിലച്ച മട്ടിൽ തന്നെയാണ്. എന്നാൽ ഇത്തരം തട്ടാമുട്ടികളോ അല്ലെങ്കിൽ ഇത്തരം യുക്തികളോ കേട്ടുകൊണ്ട് ശബരിമല അയ്യപ്പ വിശ്വാസികൾക്ക് അത് തൃപ്തികരമായി കിടന്നുറങ്ങാൻ സാധിക്കില്ല. ഭഗവാന്റെ സ്വർണ്ണമാണ് മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഇന്ന് ശബരിമലയെങ്കിൽ നാളെ മറ്റ് അനവധി ക്ഷേത്രങ്ങളിൽ ഈ കൊള്ള നടക്കാം. ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന പോലെ രാമജന്മഭൂമി ക്ഷേത്രത്തിൽ നിന്നും രാമക്ഷേത്രത്തിൽ നിന്നും വഴിപാടായി ലഭിച്ച സ്വർണവും വെള്ളിയും പണവുമെല്ലാം മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതൊരു നിരന്തര പ്രക്രിയയായി മാറുന്നു. അത് ഉത്തർപ്രദേശിലാണെങ്കിൽ ഇത് നമ്മുടെ കൊച്ചു കേരളത്തിലാണ്. എന്തായാലും എവിടെയായാലും ഭഗവാന് കാണിക്ക അർപ്പിക്കപ്പെടുന്ന സ്വത്തുവകകൾ നഷ്ടമാകാൻ പാടില്ല. ആ കളവ് ആര് നടത്തിയാലും അവരെ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഒരു തരത്തിലുള്ള സാങ്കേതികത്വമോ നിയമപരമായ നൂലാമാലകളോ പറഞ്ഞ് അതിൽ നിന്ന് ഒരു സർക്കാരും ഒഴിഞ്ഞു മാറി നിൽക്കാൻ പാടില്ല. പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ വി ഡി സതീശൻ പറഞ്ഞതുപോലെ ഈ സ്വർണ്ണപ്പാളികൾ എവിടെ വിറ്റു എന്നുള്ളതിന് കൃത്യമായ അറിവുകളുണ്ടെന്ന് പറയുമ്പോൾ തീർച്ചയായും ആ വഴിക്ക് അദ്ദേഹം അന്വേഷിക്കണം. ഇത് തന്നെയാണ് ഒരിക്കൽ രമേശ് ചെന്നിത്തലയും വെളിപ്പെടുത്തിയത്. അദ്ദേഹത്തിൻ്റെ ഏതോ ഒരു വിദേശിയായ സുഹൃത്ത് പറഞ്ഞു, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ചില ഇടപാടുകൾ ചില വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്നുള്ള ചില സൂചനകൾ തൻ്റെ സുഹൃത്ത് പറഞ്ഞിരുന്നു. ആ സുഹൃത്തിനെ SITയുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്ന് രമേശ് ചെന്നിത്തലയും പറയുകയുണ്ടായി. എന്നാൽ അധികാരത്തിൽ വന്ന രമേശ് ചെന്നിത്തല ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ്, അയ്യപ്പ ഭക്തൻ കൂടിയാണ്. അങ്ങനെയെങ്കിൽ തീർച്ചയായും വി ഡി സതീശൻ എന്ന അയ്യപ്പ ഭക്തനും രമേശ് ചെന്നിത്തല എന്ന അയ്യപ്പ ഭക്തനും കെ മുരളീധരൻ എന്ന ദേവസ്വം വകുപ്പ് മന്ത്രിയായ അയ്യപ്പ ഭക്തനും കൂടി ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കേസിൽ കൃത്യമായ ഒരു തുമ്പുണ്ടാക്കുന്നതിന് വേണ്ടി അന്വേഷണ സംഘത്തെ നിയമിക്കണം. അതിൻ്റെ നിയമപരമായ നൂലാമാലകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ബഹുമാനപ്പെട്ട കോടതികളുടെ നടപടിക്രമങ്ങളിലേക്ക് നീങ്ങണം. തീർച്ചയായും അയ്യപ്പൻ്റെ സ്വർണം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതപ്പെടുത്തണം. അല്ലാതെ തെളിവുകളില്ലാത്തതിൻ്റെ പേരിൽ ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണം സ്വാഹ എന്ന് പറഞ്ഞൊഴിയാൻ വേണ്ടി ഇവർ ശ്രമിക്കരുത് എന്ന് തന്നെയാണ്
പറയാനുള്ളത്. തീർച്ചയായും അക്കാര്യത്തിൽ പുതിയ മന്ത്രിസഭയ്ക്കും വി ഡി സതീശൻ എന്ന മുഖ്യമന്ത്രിക്കും രമേശ് ചെന്നിത്തല എന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കും ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരനുമെല്ലാം നിതാന്ത ജാഗ്രതയുണ്ടായിരിക്കട്ടെ എന്ന് മാത്രം പ്രത്യാശിക്കുന്നു.